ഗജാനനം ഭൂതഗണാധിസേവിതം കവിത്തജന്തോഹരസാഗരച്യുതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ഓം നമസ്തേ. നമ്മൾ ഏകദേശം 1-ാം അധ്യായം സമാപനത്തോടെടുക്കുകയാണ്. അതായത് ഇനി 43-ാമത്തെ ശ്ലോകമാണ്. 1-ാം അധ്യായത്തിൽ 47 ശ്ലോകങ്ങളാണുള്ളത്. ഇന്ന് നമ്മൾ 43-ാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. അർജുനന്റെ ചോദ്യങ്ങളിലൂടെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ? അർജുനന്റെ ഓരോ സംശയങ്ങളും. അർജുനന്റെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ അർജുനൻ ഇതെല്ലാം ഇവിടെ വന്നിരുന്നാണോ ആലോചിക്കുന്നത്, യുദ്ധക്കളത്തിൽ വന്നു നിന്നാണോ ആലോചിക്കുന്നത്? നേരത്തെ ചിന്തിക്കേണ്ടതല്ലേ ഈ ചോദ്യങ്ങളൊക്കെ? യുദ്ധക്കളത്തിൽ വന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായി എല്ലാം റെഡിയായി വന്നു നിന്നപ്പോഴാണോ ഈ ചോദ്യങ്ങളൊക്കെ ഉടലെടുക്കുന്നതെന്ന് തോന്നും. ചില ചോദ്യങ്ങളൊക്കെ ഒരു ചപലമാണോ എന്ന് പോലും നമുക്ക് തോന്നും. ഈ സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവുകയാണ്. പക്ഷെ അതൊക്കെ വ്യാസമഹർഷി അർജുനനെ കൊണ്ട് ചോദിപ്പിക്കുന്നത് കലാകാലങ്ങളിൽ എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ പ്രസക്തി നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ഒക്കെ ഈ ചോദ്യങ്ങൾക്ക് എത്ര പ്രസക്തമാണോ, ഈ ചോദ്യങ്ങളൊക്കെ എത്ര പ്രസക്തമാണോ? അതായത് യുദ്ധം നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം, അർജുനന്റെ അങ്കലാപ്പാണ് ഇവിടെ അർജുനൻ കൃഷ്ണനോട് വെളിവാക്കുന്നത്. നമുക്ക് 43-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ദോഷൈരേതൈഹി കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ദോഷൈരേതൈഃ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. വാക്കുകളുടെ അർത്ഥം നോക്കണം. ദോഷൈഹി ദോഷങ്ങളാൽ, ഏതൈഹി ഈ ദോഷങ്ങളാൽ, കുലജ്ഞാനാം കുലനാശം വരുത്തുന്നവരുടെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ കടന്നു വന്ന് അർജുനൻ പറഞ്ഞു, യുദ്ധമുണ്ടായാൽ ഓരോ കുലത്തിന് നാശമുണ്ടാകും. കുലത്തിന് നാശമുണ്ടായാൽ സ്ത്രീകൾക്ക് ദോഷമുണ്ടാകും. അങ്ങനെ സ്ത്രീകൾക്ക് ദോഷമുണ്ടായാൽ വർണ്ണസങ്കരം ഉണ്ടാകുമ്പോൾ കുലനാശത്തിനും അത് കാരണമാകും. പിന്നെ പിതൃക്കൾക്ക് പിണ്ടദാനം ചെയ്യാൻ കഴിയാതെ വരും. അപൗദക്രിയകളും പിണ്ടദാനവും നേരാവണ്ണം ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെയായിട്ട് ആ പിതൃക്കളൊക്കെ നരകലോകത്തിൽ പതിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അർജുനൻ ഒരുപാട് ചിന്തകൾ കാട് കയറി അങ്ങ് പോയതായിട്ട് നമ്മൾ കണ്ടു. നമ്മളപ്പോൾ കാണുകയും ചെയ്താണ് ഇതെല്ലാം. ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ നമ്മൾ വിശദീകരിച്ചതാണ്. അങ്ങനെ കുലനാശം വരുത്തുന്നവരുടെ വർണ്ണസങ്കരം ഉണ്ടാക്കുന്ന ഉത്സാദ്യന്തേ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുന്നു. ഉത്സാദ്യന്തേ ജാതിധർമാഃ, എന്താണ് നശിപ്പിക്കപ്പെടുന്നത്? അവരുടെ ജാതിധർമ്മങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നു. പരമ്പരയായി പിന്തുടർന്നു വന്ന ആചാരങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നു. കുലധർമ്മങ്ങളും നശിപ്പിക്കപ്പെടുന്നു. എങ്ങനെയുള്ളതാണ് കുലധർമ്മങ്ങളൊക്കെ? ഈ ജാതിധർമ്മങ്ങളൊക്കെ ശാശ്വതങ്ങളായിരിക്കുന്ന, അനാദിയായിരിക്കുന്ന, എത്രയോ കാലങ്ങളായി പിതാമഹന്മാർ മുതൽ നമ്മുടെ പൂർവികരെല്ലാം പിന്തുടർന്നു വന്ന ആ ധർമ്മങ്ങൾ, അനാദി മുതൽ അവർ പിന്തുടർന്നു വന്ന ആ ധർമ്മങ്ങളൊക്കെ നശിച്ചു പോകുന്നു. അർജുനന്റെ ആവലാതിയാണ്. മുഴുവൻ ശ്ലോകങ്ങളുടെ ഇവിടെ നോക്കാം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. അതായത് കുലഘാതകന്മാരുടെ, കുലത്തെ നശിപ്പിക്കുന്നവരുടെ, വർണ്ണസങ്കരം ഉളവാക്കുന്ന, അവരുടെ കുലത്തെ നശിപ്പിക്കുന്നത് മൂലം വർണ്ണസങ്കരം ഉണ്ടാക്കുന്നു. അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടാക്കുന്ന ഈ ദോഷങ്ങളാൽ ശാശ്വതങ്ങളായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭഗവത്ഗീത വെറുതെ ജാതിയെ കുറിച്ചും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യരെ തമ്മിൽ അകറ്റാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. അതല്ല ഇവിടെ ജാതിധർമ്മം എന്ന് പറഞ്ഞാൽ ജന്തുധർമ്മം എന്നാണ്. ജനിച്ചതെല്ലാം ജന്തുക്കളാണ്.
അങ്ങനെയുള്ള ജന്തുക്കളിലെല്ലാം ധർമ്മമുണ്ട്. ധർമ്മത്തോടു കൂടിയാണ് അവർ ജനിക്കുന്നത്. ധാരയതേ ഇത് ധർമ്മ, നമ്മളെ ധരിച്ചിരിക്കുന്നതാണ് ധർമ്മം, നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് ധർമ്മം. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഏത് ജീവിയുടെയും ജീവിതം. ജനിച്ചതെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അതിനെല്ലാം അനുഷ്ഠിക്കേണ്ടതായ ധർമ്മമുണ്ട്. അതിനെയാണ് ഇവിടെ ജാതി ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പരമ്പരയിൽ നിന്നാണ്, നമ്മുടെ പൂർവികരിൽ നിന്നാണ്. നമ്മുടെ അച്ഛനമ്മമാർ കാണിക്കുന്നതും ഒക്കെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അവരമ്പലത്തിൽ പോകുന്നു, അവർ രാവിലെ കിടപ്പ് കൊളുത്തുന്നു, നാമം ജപിക്കുന്നു, ഇതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നു വരുന്നത് അല്ലേ. നമ്മുടെ സനാതന ധർമ്മത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത് പഞ്ചയജ്ഞങ്ങൾ മുടങ്ങാതെ ആചരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ പഞ്ചയജ്ഞങ്ങൾ? പഞ്ചയജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ബ്രഹ്മയജ്ഞം, രണ്ടാമത്തേത് പിതൃയജ്ഞം, മൂന്നാമത്തേത് ദൈവയജ്ഞം, നാലാമത്തേത് ഭൂതയജ്ഞം, അഞ്ചാമത്തേത് അതിഥി യജ്ഞം. ഈ 5 യജ്ഞങ്ങളും നിത്യേന നമ്മൾ പാലിക്കേണ്ടതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുസ്മൃതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർഭൗതോ നൃയജ്ഞോതിഥി പൂജനം എന്ന് പറഞ്ഞാൽ അധ്യാപനമാണ് ബ്രഹ്മയജ്ഞം. നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ സനാതനമായ നമ്മുടെ ധർമ്മങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് നിത്യവും പറഞ്ഞു കൊടുക്കണം. അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാര് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇന്നത് ചെയ്യണം, ചെറിയ കാര്യങ്ങളാണെങ്കിലും ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതെല്ലാം ഈ ബ്രഹ്മയജ്ഞത്തിൽ ഉൾപ്പെടുന്നതാണ്. നമുക്കും അതുപോലെ നമുക്ക് ഈ കിട്ടുന്ന അറിവുകളും എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെന്നും ചെയ്യേണ്ട കർമ്മങ്ങളാണ്. പിന്നീട് അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ തർപ്പണമാണ്. തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തിയോടെ ചെയ്യുന്നത്. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നതോ അത് തർപ്പണമാണ്, പിതൃതർപ്പണം തന്നെയാണ്. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, അവർ പറയുന്നത് അനുസരിക്കുക, അവരെ പൂജിക്കുക, അവരോട് ബഹുമാനത്തോടെ പെരുമാറുക, ഇതൊക്കെ പിതൃയജ്ഞം തന്നെയാണ്. അല്ലാതെ മരിച്ചവർക്ക് വേണ്ടി ഉദകക്രിയ ചെയ്യുന്നത് മാത്രമല്ല, അതും നമ്മൾ എന്നും അനുഷ്ഠിക്കേണ്ട കർമ്മമാണ്. അതും നമ്മൾ വന്ന വഴി മറക്കാതെ, നമ്മളൊക്കെ വന്നതിന് കാരണക്കാരായ, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളെയും അവരുടെ പൂർവികരെയും ഒക്കെ നമ്മൾ സ്മരിക്കുക, ദിവസവും സ്മരിക്കുക. നമ്മൾ കടന്നു വന്ന വഴികൾ നമ്മുടെ പൂർവികരിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നത്. അവരുടെ പാതയാണ് നമുക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരെ സ്മരിച്ചുകൊണ്ട് എന്നും നമ്മൾ തർപ്പണം ചെയ്യുക. അവരെ സ്മരിച്ചുകൊണ്ട് ഇച്ചിരി ജലമാണേലും നമ്മളിങ്ങനെ തർപ്പിക്കുന്നതൊക്കെ പിതൃയജ്ഞമാണ്. അത് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ഒക്കെ സ്മരിക്കുക എന്ന് പറയുന്നത് പിതൃയജ്ഞത്തിൽ പെടും. പിന്നെ ദൈവോ ഹോമോ, ദൈവയജ്ഞം. ദൈവയജ്ഞത്തിന് ഹോമമാണ്. ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എപ്പോഴും ഹോമമൊന്നും ചെയ്യാൻ പറ്റില്ല. അഗ്നിഹോത്രം പോലുള്ള ഹോമങ്ങളൊക്കെ ഒന്നും നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തതിന് പകരമാണ് ഇന്ന് കലിയുഗത്തിൽ ഇതിന് അനുവദിച്ച് രാവിലെയും വൈകുന്നേരം ഒക്കെ വിളക്ക് കൊടുത്ത് നമ്മൾ നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ദൈവയജ്ഞം അതിൽ പെടും. പിന്നെ ഭൗതോ, ഭൂതയജ്ഞം. ഭൂതയജ്ഞത്തിന് ബലിയാണ്. ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവികൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇച്ചിരി വെള്ളമാണെങ്കിലും കൊടുക്കുക, ചെടി നനയ്ക്കുക, ചെടികളൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ചെടികളൊക്കെ നനയ്ക്കുക, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിക്കുക, പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ഭൂതയജ്ഞമാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നതാണ് ഭൂതയജ്ഞം. പിന്നെ അതിഥി യജ്ഞം. തിഥി നോക്കാതെ നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പവിത്രതയാണ് അതിഥികളെ പൂജിക്കുക. തിഥി നോക്കാതെ കടന്നു വരുന്നവരാണ് അതിഥികൾ. അത് പറയാതെ പോലും കടന്നു വരുന്നവർ. അങ്ങനെയല്ല, പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവരെ നമ്മൾ ബഹുമാനത്തോടെ, അവരെ നിന്ദിക്കാതെ അവരെ സ്വീകരിക്കുക. അത് വലിയ ഒരു പൂജയാണ്. അതും നമ്മളെന്നും ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമുക്കിന്ന് കൈമോശം വന്നു പോകണം നമ്മുടെ സമൂഹത്തിൽ. അതൊക്കെ നമുക്ക് ഈ ബാലഗോകുലത്തിലൂടെ ഒക്കെ കിട്ടുന്ന അറിവുകൾ കൊണ്ട് നമുക്ക് അതൊക്കെ നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ എന്നും അനുഷ്ഠിക്കേണ്ടതാണ്. നമുക്ക് അതുകൊണ്ട് കമ്പ്യൂട്ടറുണ്ട്, ഫോണുണ്ട്, സീരിയലുണ്ട്, ടി വി ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് കാണുക ഇപ്പം ചെയ്യുന്നത്. അങ്ങനെയൊന്നും കാണാതെ അവരെ സ്വീകരിച്ച് അവർക്ക് വെള്ളം കൊടുക്കുക, അവരുടെ ദാഹം ശമിപ്പിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ എല്ലാ ദിവസവും അനുഷ്ഠിക്കേണ്ടത്. നിങ്ങൾ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ള നിഷ്കർഷയല്ല നമ്മുടെ സനാതനധർമ്മം പറയുന്നത്. നന്നായി ജീവിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നന്നായി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പൂർവികര് ആചാര്യന്മാരും ഒക്കെ നമുക്ക് കാട്ടിത്തന്ന മാതൃകകൾ. അപ്പൊ അവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ്, അർജുനൻ പറയുന്നത് ശരിയല്ലേ,
നമ്മുടെ കുലത്തില് നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എത്ര പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയും ഒക്കെയാണ് അവരെ നല്ല നിലയിലേക്ക് വളർന്നു വരണമെന്ന് ആഗ്രഹിച്ച് സ്കൂളിലേക്ക് അയക്കും. നിസാരമായ എന്തെങ്കിലുമൊക്കെ ചാബല്യത്തിന്റെ പുറകെ പോയിട്ട് നമ്മൾ അകപ്പെട്ടു പോകുന്നത് വലിയ കുഴിയിലായിരിക്കും. നമ്മൾ ഈ ടി വി തുറന്നു കഴിഞ്ഞാൽ വാർത്തകളിലൊക്കെ നമുക്ക് കേൾക്കാം, കാണാം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ മതപ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും. സ്വന്തം രാജ്യത്തെ പോലും ഒറ്റിക്കൊടുക്കുന്ന രീതിയിലേക്കുള്ള ആ ട്രാപ്പിലാണ് നമ്മൾ ചെന്ന് അകപ്പെടുന്നത്. വലിയ പിന്നെ നമുക്ക് അവിടുന്ന് കര കയറാൻ പറ്റില്ല. അതിലൊക്കെ ചെന്ന് അകപ്പെട്ടു പോകുന്നു. ഇന്ന് നമുക്ക് ദൃഷ്ടാന്തമാണ് ഇതൊക്കെ. അതൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ കുലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവരുടെ കുലധർമ്മം നശിച്ചു പോകുന്നവർക്കുണ്ട്. അവരുടെ സന്തതി പരമ്പരകളുടെ അവസ്ഥ എന്താണെന്ന് അവർ അറിയുന്നുണ്ടോ? അതൊക്കെ നമ്മൾ ഇതിലൂടെ കാണേണ്ടതാണ്. ഇപ്പോഴും വളരെ പ്രസക്തമായ ശ്ലോകങ്ങൾ തന്നെയാണ് അർജുനന്റെ ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ അതുപോലുള്ള ഓരോന്നും നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഇതിലൂടെ ഒക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ വളർന്നു വന്ന സംസ്കാരവും പാരമ്പര്യവും ഒക്കെ നശിപ്പിച്ചു കളയും. അതിനെയൊക്കെ മറന്നുപോകും നമ്മള്. പിന്നെ അതൊക്കെ കുലത്തിന് തന്നെ നാശമാണ്. നമ്മൾ ഒരാളല്ല നശിക്കുന്നത്. ആ കുലത്തിലുള്ളവർ മുഴുവനും മാതാപിതാക്കളോട് അവരുടെ ഈ ജന്മം മുഴുവനും കണ്ണുനീരൊടുക്കേണ്ടി വരും കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ ഓർത്ത്. അതൊക്കെ നമ്മൾ അറിയാതെ പോകരുത്. കുഞ്ഞുങ്ങളായാലും നമ്മളൊക്കെ ഈ സമൂഹത്തിൽ നടമാടുന്ന എല്ലാം അറിഞ്ഞു തന്നെ വളരണം. ഇതെല്ലാം ഈ ശ്ലോകം നമ്മളെ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ധർമ്മം എന്താണെന്ന് മറന്നു പോകുന്നിടത്താണ് ഇതിലേക്കൊക്കെ ചെന്ന് പെടുന്നത്. നമ്മുടെ ധർമ്മം എന്താണ്, നമ്മൾ എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്, നമ്മുടെ ധർമ്മം എന്താണെന്ന് മറന്നു പോകുന്നു. അവിടെയാണ് നമ്മൾ ഈ ട്രാപ്പിലൊക്കെ ചെന്നാകപ്പെടുന്നത്. അതാണ് അർജുനൻ പറയുന്നത്. ഇവിടെ നമുക്ക് ശ്ലോകം നോക്കാം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമ്മഃ കുലധർമാശ്ച ശാശ്വതാഃ. ഇവിടെ ചൊല്ലാം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഇനി നമുക്ക് 44-ാമത്തെ ശ്ലോകം കൂടെ പഠിക്കാം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. ശ്ലോകത്തിന്റെ അർത്ഥം ഉത്സന്ന കുലധർമാണ എന്ന് പറഞ്ഞാൽ ഉത്സന്നം എന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു, നാശം വരുന്നത്. ഉത്സന്ന കുലധർമാണ, കുലധർമ്മങ്ങൾ നശിച്ചു പോയിട്ടുള്ള മനുഷ്യർക്ക് ജനാർദ്ദന ഹേ കൃഷ്ണ നരകത്തിൽ നിയതം എപ്പോഴും വാസം ഭവതി ഇതി ആകുന്നുവെന്ന്, എപ്പോഴും അവരുടെ വാസം പിന്നെ നരകത്തിലായിരിക്കും. അനുശുശ്രുമ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കുലധർമ്മങ്ങൾ നശിച്ചു പോയിട്ടുള്ള മനുഷ്യരുടെ വാസം നരകത്തിലായിരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അർജുനൻ പറയുകയാണ്, ഹേ ജനാർദ്ദന കുലധർമ്മം നശിച്ചുപോയ മനുഷ്യരുടെ വാസം എപ്പോഴും നരകത്തിലാണ് എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ എന്ന് അർജുനൻ പറയുകയാണ്. നിങ്ങളുടെ ശ്ലോകം നോക്കാം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. നമ്മുടെ ധർമ്മങ്ങളൊക്കെ നശിച്ചു പോയാൽ എന്താണ് നമ്മുടെ ധർമ്മം നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മം എന്താണെന്ന് മറന്നുപോയാൽ തന്നെ അവരുടെയൊക്കെ വാസം പിന്നെ നരകത്തിലായിരിക്കും. ശരിയല്ലേ? നമ്മളതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാതെ അറിഞ്ഞു തിരിഞ്ഞ് നടന്നു, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ പിടിയിലായി കഴിഞ്ഞ് മയക്കുമരുന്ന്, മദ്യം, കഞ്ചാവ്, പിന്നെ ഈ ലവ് ജിഹാദ്, ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ ട്രാപ്പിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവനും നരക തുല്യമായിട്ട് ജീവിച്ചു തീർക്കണം. അതിൽ തന്നെ അങ്ങ് പെട്ട് പോകും. നമ്മുടെ ധർമ്മങ്ങളെല്ലാം നശിച്ചു പോകും. അങ്ങനെ നമ്മൾ അതിൽ തന്നെ പിന്നെ നരകത്തിലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് കൃഷ്ണനോട് പറയുന്നത്. കേട്ടിട്ടുള്ളത് മാത്രമല്ല, നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ഇതൊക്കെ, അല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നരകം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്, സ്വർഗവും ഈ ഭൂമിയിൽ തന്നെയാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നല്ലതായി ജീവിക്കാൻ കഴിയുന്നതാണ് സ്വർഗം. ഇവിടെ തന്നെ നരകം ആയിട്ട് നമുക്ക് അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് വന്ന്
തിക്തമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നരകമാണ്, നരകതുല്യമായ ജീവിതമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെയൊക്കെ ജീവിതം എപ്പോഴും, അങ്ങനെയുള്ളവരുടെ വാസം എപ്പോഴും നരകത്തിലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ലവ് ജിഹാദ് ഇല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ പിടിയിലകപ്പെട്ട് പോയവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന്. അഫ്ഗാനിലെ ജയിലിൽ കിടക്കുന്നു, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല. അവിടെ സിറിയയിൽ ആട് മേയ്ക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നു. എന്നിട്ട് ചാവേറുകളായിട്ട് യുദ്ധം ചെയ്യുന്നു. നമ്മൾ എന്നും കേൾക്കുന്നതാണ് ഇതൊക്കെ. എന്നും വാർത്ത വെച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ മനസ്സിലാകും. സ്വന്തം ശരീരത്തിൽ ബോംബ് വെച്ച് മറ്റുള്ളവരെ കൊല്ലുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളിൽ ഇവർ തന്നെ ആരും അറിഞ്ഞുകൊണ്ട് ചെന്ന് അകപ്പെടുന്നതല്ല, പിന്നീട് അവിടെ നിന്നൊരു മോചനം കിട്ടാത്ത പോലെ അതിലേക്ക് ആയി പോകുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ ചെന്ന് ചാടുന്നത് എന്താണ്? നമ്മുടെ ധർമ്മം മറന്നു പോകുന്നതാണ്. നമ്മൾ എന്തിനാണ് പോകുന്നത്? ആരെല്ലാം പ്രലോഭിപ്പിക്കാനുണ്ടായാലും നമ്മൾ നമ്മുടെ ധർമ്മം മറന്നു പോകാതെ അതിൽ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ എന്തിനാണ് സ്കൂളിൽ വരുന്നത്, ഇല്ല കോളേജിൽ പോകുന്നത്? പഠിക്കാനാണ്. പഠിക്കുക, അത് മറന്നു പോകാതെ. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ പഠിക്കാനുള്ളത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാം സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ളതിലൊന്നും ചെന്ന് ചാടുകയല്ല. അതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ ചൊല്ലാം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. ഈ രണ്ട് ശ്ലോകങ്ങളും ഒന്നുകൂടെ ചൊല്ലാം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. ആരാണ് ചൊല്ലുന്നത്? ഞാൻ ചൊല്ലിക്കോട്ടെ. ദോഷരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യത്തെ കുലധർമാശ്ച ശാശ്വതാഃ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദന നരകേ തീത്യനുശുശ്രുമാം. ഞാൻ ചൊല്ലാം. ദോഷൈരേതൈഃ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യത്തെ ജാതിധർമാ ഹി കുലധർമാശ്ച ശാശ്വതാഃ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. വെരി ഗുഡ്. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. ഞങ്ങൾ ചൊല്ലിക്കോട്ടെ. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ
കുലധർമാശ്ച ശാശ്വത ഉത്സന്നകുലധർമാണാം മനുഷ്യാനാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതി ശുശ്രുമ. വെരി ഗുഡ്. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ഇതിവിടെ നിർത്താം. എല്ലാവരും ചൊല്ലി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. മിക്കവാറും അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഈ 1-ാം അധ്യായം തീർക്കാം.